ഇല്ലാത്തയാൾ വാഹനം ഓടിച്ചാൽ ആ ലൈസൻസ് ഇല്ലാത്തയാൾ വാഹനം ഓടിച്ചതിന് 5000 രൂപയാണ് പുതിയ ഫൈൻ നിരക്കുകൾ വന്നിരിക്കുന്നത്. അത് രണ്ട് രീതിയിൽ ഇതിനെ എഫക്റ്റ് ചെയ്യും. ഒന്ന്, ലൈസൻസ് ഇല്ലാത്തയാൾ വാഹനം ഓടിച്ചതിനും ലൈസൻസ് ഇല്ലാത്തയാൾക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തതിനും 2 ഫൈനാണ് വരിക. വാഹനം ഓടിച്ചതിനും വാഹനം ഓടിക്കാൻ കൊടുത്തതിനും. കാരണം അയാൾക്ക് ലൈസൻസ് ഇല്ല എന്നും അയാളെ വാഹനം ഓടിക്കാൻ അർഹനല്ല എന്നും അറിയാവുന്ന വ്യക്തി ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ ഇയാൾക്ക് വാഹനം വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ അതും ബോധപൂർവമായ ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ ഫൈനായ 5000 രൂപ വരും. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഓടിച്ച് പോകുന്ന സമയത്ത് ഈ ലൈസൻസ് ഇല്ലാത്ത വ്യക്തി ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനം ഒരാളെ ഇടിച്ചു, ഒരാളെ തട്ടി, അയാൾ മറിഞ്ഞു വീണു, അയാൾക്ക് കാഷ്വാലിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അയാളുടെ പല്ല് പോയി, അല്ലെ എല്ലിന് പൊട്ടലുണ്ടായി. ഇങ്ങനെ വരുന്ന അവസരത്തിൽ പോലീസ് അത് കേസെടുക്കാൻ നിർബന്ധിതമാകും. നിർബന്ധിതമല്ല, കേസെടുക്കും. അത് കേസെടുക്കുന്ന സമയത്ത് വാഹനം ഓടിച്ച വ്യക്തി പ്രായപൂർത്തിയാകാത്ത ജുവനലാണ്. എന്തായാലും അയാൾക്കത് കേസെടുക്കും. കാരണം ഇന്നത്തെ കാലത്ത് ഈ വാഹനം ഓടിച്ച വ്യക്തിയുടെ ഒരു മൊബൈൽ വീഡിയോ എങ്കിലും കാണും, അല്ലെങ്കിൽ CC ക്യാമറ ദൃശ്യങ്ങളുണ്ട്. സാക്ഷികൾ പറയും പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ് വാഹനം ഓടിച്ചത്, ഞാൻ കണ്ടതാണ്, ഇയാളാണ് വാഹനം ഓടിച്ചത്. അത് കേസെടുക്കും. ഓൾറെഡി കേസെടുത്ത് ഈ കേസ് കോടതിയിൽ ചെല്ലും. കോടതിയിൽ ചെല്ലുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയാകാത്ത വ്യക്തി ആയതിനുകൊണ്ട് ഈ കേസ് ജുവനൽ വിഭാഗത്തിൽപ്പെടുത്തിയിട്ട് ജുവനലിലേക്ക് പോയിട്ട് പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തതിന് ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ഉടമസ്ഥന് 25000 രൂപ ഫൈൻ വരും. അത് ആ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ കോടതി അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, അയാൾ പ്രായപൂർത്തിയാകാത്ത ആളല്ലേ, നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങൾ ഫൈൻ കോടതി അടയ്ക്കും. അവിടെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ടാവും. ഈ കേസിൽ ഈ ഫൈൻ അടയ്ക്കുന്നതോടുകൂടി ഈ വാഹനം ഓടിച്ച വ്യക്തി സ്വതന്ത്രമായി. കാരണം അയാൾ അതിൻ്റെ പിഴയായി 25000 രൂപ കോടതിയിൽ അടച്ചിരിക്കുന്നു. അപ്പം ഈ പരിക്ക് പറ്റിയ വ്യക്തിക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ക്ലെയിം കിട്ടണം. അയാൾ ഈ കോടതിയിൽ നിന്നും ഈ കേസുമായിട്ട് MACT എന്ന് പറയുന്ന മോട്ടോർ ആക്സിഡൻറ്റ് ട്രൈബ്യൂണലിലേക്ക് പോകും. അവിടെ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ ആൾക്കാരും ഈ പരിക്ക് പറ്റിയ ആളുടെ വക്കീലും തമ്മിലായിരിക്കും വാദം നടക്കുക. ഇൻഷുറൻസ് കൊടുക്കുന്നത്, വാഹനത്തിന് ഇൻഷുറൻസ് കൊടുക്കുക എന്ന് പറയുന്നത്, ആ ഇൻഷുറൻസ് കൊടുക്കുന്ന വാഹനം ഓടിക്കേണ്ടത് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പം ഈ കേസ് ആ ട്രൈബ്യൂണലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ വക്കീൽ പറയും ഈ വാഹനം ഓടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന വാഹനം ലൈസൻസ് ഉള്ളൊരു വ്യക്തി ഓടിക്കണം. അപ്പം നഷ്ടപരിഹാരം ആരാണ് കൊടുക്കേണ്ടത്? ഞങ്ങളാണോ കൊടുക്കേണ്ടത്? അവരങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയം കോടതി ഈ വാദി അല്ലെ ഈ വന്നിരിക്കുന്ന പരിക്ക് പറ്റിയ ആളുടെ വക്കീലും ആയിട്ട് പറയും അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. എന്താണ് ഒരു സൊല്യൂഷൻ? ആ സൊല്യൂഷനാണ് RC ഓണറെ സ്വന്തം കയ്യിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കണം.